Hello and welcome back to Vinny's Educare. Today I have come with the first lesson of Flamenco textbook, the last lesson. Okay, it's very interesting to say, no? The first lesson of the Flamenco textbook, the last lesson. So, the last lesson എന്ന ലെസനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു ഫ്രഞ്ച് റൈറ്ററായ അൽഫോൺസ് ഡോട്ടറ്റാണ് എഴുതിയിരിക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധം ആണ് ഇതിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഡ്രോപ്പ്. പ്രഷ്യ എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധകാല സമയത്ത് പ്രഷ്യ നമ്മളുടെ ജർമ്മനി, പോളണ്ട് ആൻഡ് പാർട്സ് ഓഫ് ഓസ്ട്രിയ ഈ നേഷൻസിൽ ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇറ്റ് ഈസ് എ വാർ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അപ്പോൾ ഈ ഒരു കഥയിൽ പ്രഷ്യ ജയിച്ചു, ഫ്രാൻസ് തോറ്റു. എന്നിട്ട് എന്ത് എഫക്റ്റാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ ഈ ഒരു യുദ്ധം കാരണം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഒരു ലെസൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാതെ ലെസണിലോട്ട് കടക്കാം. I started for school very late that morning and was in great dread of a scolding, especially because Mr. Hamel had said that he would question us on participles and I did not know the first word about them. So this lesson, ഈ ഒരു ലെസൺ ഐ എന്ന് പറയുന്നത് ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. അപ്പം അവൻ ഒരു ദിവസം ഈ കഥ പറയുന്ന അല്ലെങ്കിൽ കഥ നടക്കുന്ന ദിവസം രാവിലെ ലേറ്റായിപ്പോയി സ്കൂളിലോട്ട് പോകാൻ. അപ്പോൾ സാധാരണ എപ്പോഴും തന്നെ അവൻ ലേറ്റ് ആവാറുണ്ട്, ഇന്നും അവൻ ലേറ്റായി. അപ്പോൾ അവന് ഉറപ്പായിരുന്നു അവൻ്റെ മാസ്റ്ററായ മിസ്റ്റർ ഹാമലിൽ നിന്നും അവന് ചീത്ത കേൾക്കും എന്നുള്ളത്. കാരണം അന്ന് മിസ്റ്റർ ഹാമൽ പാർട്ടിസിപ്പിൾസ് എന്ന ടോപ്പിക്കിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് മുൻകൂർ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം ഫ്രാൻസ് ലേറ്റ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം പാർട്ടിസിപ്പിൾസിനെ പറ്റി ഒരു വസ്തുവും ഫ്രാൻസിന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് കാരണത്താൽ അവൻ ടെൻഷനിലായിരുന്നു. എന്നാലും പരമാവധി സ്പീഡിൽ സ്കൂളിലെത്താൻ നോക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലുമായിരുന്നു. For a moment I thought of running away and spending the day out of doors. It was so warm, so bright. The birds were chirping at the edge of the woods, and in the open field back of the sawmill, the Prussian soldiers were drilling. So ഒരു നിമിഷം നേരത്തേന് ഫ്രാൻസ് ചിന്തിച്ചു, എന്തിന് ഞാൻ സ്കൂളിൽ പോകണം, എന്തേ ഞാനിപ്പം പോയില്ലെങ്കിൽ, എന്തുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോവാതെ ഈ പുറത്തുള്ള ഭംഗി ആസ്വദിച്ചുകൂടാ. The day is so warm. I can hear the birds chirping at the edge of the woods. ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും പലതരം കിളികൾ ചിർപ്പിംഗ് സൗണ്ട് കേൾക്കാം, പല കിളികളുടെയും. എന്തുകൊണ്ട് ഞാൻ അതൊന്നും ആസ്വദിച്ചുകൂടാ. പിന്നെ ഓപ്പൺ ഫീൽഡിലുള്ള സോമിൽ, ആ സോമിലിൻ്റെ ബാക്കിലായിട്ട് പ്രഷ്യൻ സോൾഡേഴ്സ് അവരുടെ ഡ്രില്ലിങ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ എന്തൊരു ഭംഗിയാണ്. എന്തുകൊണ്ട് ഞാൻ അതൊക്കെ ആസ്വദിച്ചുകൂടാ, എന്തിന് ഞാൻ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ചിന്ത ഒരു സെക്കൻഡ് നേരത്തേന് ഫ്രാൻസിൻ്റെ മനസ്സിൽ വന്നു. ഇറ്റ് വാസ് ഓൾ മച്ച് മോർ ടെംപ്റ്റിംഗ് ദാൻ ദ റൂൾസ് ഫോർ പാർട്ടിസിപ്പിൾസ്, ബട്ട് ഐ ഹാഡ് the strength to resist and hurried off to school. So ഇതൊക്കെ, ഈ കാഴ്ചകളൊക്കെ വല്ലാതെ അവനെ ടെംപ്റ്റ് ചെയ്തു സ്കൂളിൽ പോവാതെ ഇതൊക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം കാരണം പാർട്ടിസിപ്പിൾസിൻ്റെ റൂൾസ് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിരുന്നു ഈ ഭംഗി, ഈ പ്രകൃതി ഭംഗിയും ഈ ബാക്കിയുള്ള സൗന്ദര്യമുള്ള കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടു നിൽക്കാൻ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ലിറ്റിൽ ഫ്രാൻസ് was very strong enough to resist the temptation. ആ ടെംപ്റ്റേഷനെ ഓവർകം തരണം ചെയ്യാനുള്ള കഴിവ് അവനുണ്ടായി. എന്നിട്ട് അവൻ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ധൃതിയിൽ സ്കൂളിലോട്ട് നടന്നു. When I passed the town hall, there was a crowd in front of the bulletin board. For the past 2 years, all our bad news had come from there, the lost battles, the draft, the orders of the commanding officer, and I thought to myself without stopping, what can be the matter now? So അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടൗൺ ഹാളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ക്രൗഡ് ബുള്ളറ്റിൻ ബോർഡിൻ്റെ അടുത്ത് കണ്ടു. ഈ ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടുത്തെ ഒഫീഷ്യൽസിനുണ്ടായിരുന്നു അതൊക്കെ ഈ ബുള്ളറ്റിൻ ബോർഡിൽ ഒന്നുകിൽ എഴുതിയിടും അല്ലെങ്കിൽ നോട്ടീസായിട്ട് പതിപ്പിക്കുമായിരുന്നു. അപ്പം ഇത്രയും കാലം ഒരു 2 കൊല്ലമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ മൊത്തം ഈ ചെറിയൊരു ഗ്രാമത്തിലെ ആൾക്കാർ അറിഞ്ഞത് ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് വെച്ചിട്ടാണ്. അപ്പം വീണ്ടും അവിടെ ക്രൗഡ് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കുട്ടി ഫ്രാൻസ് വിചാരിച്ചു, എന്താണാവോ ഇന്നത്തെ ബാഡ് ന്യൂസ്. എന്തൊക്കെയായാലും അവിടെ നിൽക്കാനുള്ള ഇട വരാതെ അവൻ നിൽക്കണം എന്ന് വിചാരിച്ചില്ല. അവൻ നിൽക്കാണ്ട് തന്നെ ഇത് ചിന്തിച്ചുകൊണ്ട് ധൃതിയിൽ സ്കൂളിലോട്ട് നടന്ന് നീങ്ങി. Then, as I hurried by as fast as I could go,
Then, as I hurried by as fast as I could go, the blacksmith watcher, who was there with his apprentice reading the bulletin, called after me, "Don't go so fast, bub. You will get to your school in plenty of time." So ധൃതി വെച്ച് ഫ്രാൻസ് നടന്നു പോകുമ്പോൾ ബുള്ളറ്റിൻ ബോർഡ് വായിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് സ്മിത്ത് എന്ന് വെച്ചാൽ മെറ്റൽ കൊണ്ട് പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരെയാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. അവിടുത്തെ ബ്ലാക്ക് സ്മിത്തായ മിസ്റ്റർ വാച്ചർ തൻ്റെ വർക്കർ ആയ, അതായത് അപ്രൻറ്റൈസ് എന്ന് വെച്ചാൽ ഹെൽപ്പറിൻ്റെ കൂടെ ബുള്ളറ്റിൻ ബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് നടന്നു പോകുന്നത് കാണുമ്പോൾ ഫ്രാൻസിനെ വിളിച്ച് പറയും, "നീ ഇത്ര ധൃതി വെച്ചൊന്നും പോകണ്ട, നിനക്ക് ധാരാളം സമയമുണ്ട് സ്കൂളിലെത്താൻ." I thought he was making fun of me and reached Mr. Hamill's little garden all out of breath. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രാൻസിന് തോന്നി അദ്ദേഹം ഫ്രാൻസിനെ കളിയാക്കുവാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഒന്നും കൂടെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് സ്കൂളിൻ്റെ ഗാർഡൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. Usually when school began, there was a great bustle which could be heard out in the street. The opening and closing of desks, lessons repeated in unison, very loud, with our hands over our ears to understand better, and the teacher's great ruler rapping on the table. സോ സാധാരണഗതിയിൽ സ്കൂളിലെ ദിവസം സ്കൂളിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കും. ഗ്രേറ്റ് ബസിൽ മീൻസ് നല്ല ബഹളം കേൾക്കും. ആ ബഹളം പുറത്ത് സ്ട്രീറ്റ് വരെ കേൾക്കാം. ഇനി ഈ ബഹളം എന്തിൻ്റെ ആയിരുന്നു? കുട്ടികൾ ഡെസ്ക് തുറക്കുക, അതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കുക, വീണ്ടും ഡെസ്ക് അടയ്ക്കുക, പിന്നെ ഒരുമിച്ച് ഒരേ ലെസൺ ഒരേപോലെ ഉറക്ക വായിക്കുക. ആ വായിക്കുമ്പോൾ രണ്ട് ചെവിയും പൊത്തിപ്പിടിക്കുമ്പം സൗണ്ട് വല്ലാണ്ട് കൂടും എല്ലാവരുടെയും. അങ്ങനെ ഒരേ രീതിയിൽ യൂണിസൺ എന്ന് വെച്ചാൽ ഒരുമിച്ച് ലെസൺ വായിക്കുന്നത്, ലൗഡ്ലി ലെസൺ വായിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആളുടെ കയ്യിലുള്ള റൂളർ വെച്ച് ബെഞ്ചിൽ അടിക്കുന്ന സൗണ്ട്, ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഒരു ബഹളം തന്നെ പുറത്ത് സ്ട്രീറ്റിലോട്ട് കേൾക്കും എല്ലാ ദിവസവും മിക്കപ്പോഴും. ബട്ട് നൗ ഇറ്റ് വാസ് ഓൾസോ സ്റ്റിൽ. പക്ഷേ ഇന്ന് എല്ലാം ഭയങ്കര ശാന്തമായിട്ട് കാണപ്പെട്ടു. I had counted on the commotion to get to my desk without being seen, but of course that day everything had to be as quiet as Sunday morning. So ലിറ്റിൽ ഫ്രാൻസ് പറയാണ്, പല പ്രാവശ്യവും ഈ ഒരു തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയ്ക്ക് ഞാൻ സൂത്രത്തിൽ ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച്, അതായത് മറ്റുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ മാസ്റ്ററുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ മെല്ലെ പോയി സീറ്റിലിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ സൺഡേ ഹോളിഡേ മൂഡ് അല്ലെങ്കിൽ ഹോളിഡേ ആണെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് ശാന്തതയാണ് ഈ ഒരു സ്ഥലത്തിപ്പോൾ കാണുന്നത്. Through the window, I saw my classmates already in their places, and Mr. Hamill walking up and down with his terrible iron ruler under his arm. I had to open the door and go in before everybody. You can imagine how I blushed and how frightened I was. So ഫ്രാൻസ് പറയാണ്, ഇന്ന് എനിക്ക് അങ്ങനെ സൂത്രത്തിൽ പോയി ഇരിക്കാനൊന്നും പറ്റില്ല. എല്ലാവരുടെയും മുമ്പിൽ തന്നെ ഞാൻ പോയി ഡോറ് തുറന്ന് എല്ലാവരുടെയും മുമ്പിൽ കൂടെ നടന്ന് പോയി എൻ്റെ സീറ്റിലിരിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേടുമുണ്ട്. മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് ചീത്ത കേൾക്കും എന്നുള്ളൊരു പേടിയുമുണ്ട്. ബട്ട് നത്തിങ് ഹാപ്പൻ. പക്ഷേ ഇതൊന്നും നടന്നില്ല. മിസ്റ്റർ ഹാമിൽ saw me and said very kindly, "Go to your place quickly, little Franz. We were beginning without you." പക്ഷേ വിചാരിച്ചതിന് വിപരീതമായിട്ട് മാസ്റ്റർ വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞു, "പോയി സീറ്റിലിരിക്കൂ ഫ്രാൻസ്, നീ ഇല്ലാണ്ട് ഇപ്പം ഞങ്ങൾ ക്ലാസ് തുടങ്ങിയേനെ." അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. I jumped over the bench and sat down at my desk. Not till then, when I had got a little over my fright, did I see that our teacher had on his beautiful green coat, his frilled shirt, and the little black silk cap all embroidered that he never wore except on inspection and prize days. അപ്പോൾ അവിടെ സീറ്റിൽ പോയി ചാടിക്കയറി ഇരുന്ന് കുറച്ച് പേടിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രാൻസ് ശ്രദ്ധിക്കുന്നത് മാസ്റ്റർ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ്. ആ ഡ്രസ്സ് ആൾ ഒന്നെങ്കിൽ ഇൻസ്പെക്ഷനുള്ള ദിവസം അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ ഉള്ള ദിവസം മാത്രം ഇടുന്ന ഒരു ഡ്രസ്സായിരുന്നു. ബ്യൂട്ടിഫുൾ ഗ്രീൻ കോട്ട് വിത്ത് ഫ്രിൽഡ് ഷർട്ട് ആൻഡ് ഓൾസോ എ ലിറ്റിൽ ബ്ലാക്ക് സിൽക്ക് ക്യാപ്പ് ആൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ക്യാപ്പും എല്ലാം. ശരിക്കും ആൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഇട്ടുകൊണ്ടിരുന്ന ഒരു ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടേക്കുന്നത്. ബിസൈഡ്സ് ദ ഹോൾ സ്കൂൾ സീംഡ് സോ സ്ട്രേഞ്ച് ആൻഡ് സോളം. സ്കൂൾ മൊത്തം വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെട്ടു. വളരെ സോളം എന്ന് വെച്ചാൽ സീരിയസ് ലുക്കിലായിരുന്നു എല്ലാവരും അവിടെ ഇരുന്നിരുന്നത്. ബട്ട് ദ തിങ് ദാറ്റ് സർപ്രൈസ്ഡ് മീ മോസ്റ്റ് വാസ് ടു സീ ഓൺ ദ ബാക്ക് ബെഞ്ചസ് ദാറ്റ് വെയർ ഓൾവേസ് എംപ്റ്റി, ദ വില്ലേജ് പീപ്പിൾ സിറ്റിംഗ് ക്വയറ്റ്ലി ലൈക്ക് അവർ സെൽവ്സ്,
old Hauser with his three-cornered hat, the former mayor, the former postmaster, and several others besides. അപ്പോൾ ഏറ്റവും അധികം സർപ്രൈസ് ആയത് ഫ്രാൻസ് എന്ത് കണ്ടിട്ടാണ്? ബാക്ക് ബെഞ്ചിൽ, സാധാരണ ആരും ഇരിക്കാത്ത ബാക്ക് ബെഞ്ചിൽ കുറേ വില്ലേജ് പീപ്പിൾ വന്നിരിക്കുന്നു. അതായത് ഓൾഡ് ഹോസർ അദ്ദേഹത്തിന് 3-cornered ഹാറ്റ് ധരിച്ചിട്ടുണ്ട്. ദെൻ മേയർ, അവരുടെ സിറ്റിയിലത്തെ മേയർ, പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ പല പല ആൾക്കാരും ബാക്കിലത്തെ ബെഞ്ചസിൽ വന്നിരിക്കുന്നു. Everybody looked sad, and Hauser had brought an old primer thumbed at the edges, and he held it open on his knees with his great spectacles lying across the pages. ഇനിയും മിസ്റ്റർ ഹോസർ എന്ന് പറയുന്ന ആൾ ഒരു പഴയ ബുക്ക്, വലിയൊരു കാർഡ്ബോർഡ് രീതിയിലുള്ളൊരു ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കേടായി പോയിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പെക്സ് വെച്ചിട്ടുണ്ട്. ആ സ്പെക്സിലൂടെ ആ പ്രൈമറിലുള്ള പേജസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഫ്രാൻസിന് തോന്നി എന്തോ പന്തികേടുണ്ട്, സംതിങ് ഈസ് നോട്ട് ഓക്കെ എന്നുള്ളത് മനസ്സിലായി. While I was wondering about it all, Mr. Hamel mounted his chair and in the same grave and gentle tone which he had used to me, said, "My children, this is the last lesson I shall give you. The order has come from Berlin to teach only German in the schools of Alsace and Lorraine. The new master comes tomorrow. This is your last French lesson. I want you to be very attentive." So now is the serious thing coming up. ഇപ്പോഴാണ് ഫ്രാൻസിന് മനസ്സിലാവാൻ പോകുന്നത്. എല്ലാം ചുറ്റും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് മാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, വളരെ സീരിയസ് ആയിട്ട് പറയും. ഏത് സീരിയസ് ടോണിലാണോ എപ്പോഴും മാസ്റ്റർ ഫ്രാൻസിനോട് സംസാരിച്ചിരുന്നത് അതേ സീരിയസ് ടോണിൽ പറയും, എൻ്റെ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ലാസ്റ്റ് ലെസനാണ്, ലാസ്റ്റ് ഫ്രഞ്ച് ക്ലാസ്സാണ്. കാരണം ബെർലിനിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്, ഇനി മുതൽ ഫ്രാൻസ് ജർമ്മനിയുടെ അധീനതയിലായതുകൊണ്ട് ഫ്രഞ്ച് സ്കൂളുകളിൽ പഠിപ്പിക്കില്ല. ഇനി ഇവിടെ പഠിപ്പിക്കുന്നത് ജർമ്മൻ ആയിരിക്കും. കാരണം ജർമ്മൻസ് ഫ്രാൻസിനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ജർമ്മൻസിൻ്റെ റൂളായതുകൊണ്ട് ഇവിടെ ഫ്രഞ്ച് പഠിപ്പിക്കില്ല, ജർമ്മൻ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ജർമ്മൻ പഠിപ്പിക്കാനുള്ള മാസ്റ്റർ നാളെ എത്തും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്, എൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. സോ മാസ്റ്റർ 40 കൊല്ലമായിട്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാസ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് അന്നവിടെ നടക്കാൻ പോകുന്നത്. What a thunder clap these words were to me. ഇടിവെട്ട് പോലെയാണ് എൻ്റെ ചെവിയിലോട്ട് ആ വാക്കുകൾ വീണത്. Oh, the wretches, that was what they had put up at the town hall. അപ്പോൾ അതാണ് ആ ബാഡ് ന്യൂസ്, ഇതാണ് ആ ടൗൺ ഹാളിലെ ബുള്ളറ്റിൻ ബോർഡിൽ ഇട്ട് വെച്ചിരുന്നത്. ഇതൊക്കെ ഫ്രാൻസിൻ്റെ മനസ്സിൽ വരുന്നു. മൈ ലാസ്റ്റ് ഫ്രഞ്ച് ലെസൺ, എൻ്റെ ലാസ്റ്റ് ഫ്രഞ്ച് ലെസൺ ആണോ ഇത്? വൈ ഐ ഹാർഡ്ലി ന്യൂ ഹൗ ടു റൈറ്റ്. എനിക്ക് അറിയത്തുപോലും ഇല്ല ഫ്രഞ്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഐ ഷുഡ് നെവർ ലേൺ എനി മോർ. എനിക്കിനി ഒരിക്കലും അത് പഠിക്കാനും പറ്റില്ല. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഫ്രഞ്ച് ക്ലാസ്സാണ് മാസ്റ്റർ പറയുന്നത്. ഐ മസ്റ്റ് സ്റ്റോപ്പ് ദെയർ ദെൻ. ഹൗ സോറി ഐ വാസ് for not learning my lessons, for seeking birds' eggs or going sliding in the Saar. ഇപ്പം പെട്ടെന്ന് ഇനിയും ഫ്രഞ്ച് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാൻ ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ ഫ്രാൻസിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന പശ്ചാത്താപം, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളും എൻ്റെ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിച്ചില്ല. ഞാൻ കിളികളുടെ പിന്നാലെയും അല്ലെങ്കിൽ ഊഞ്ഞാലാടാനും ഒക്കെ പോയിട്ട് ഞാൻ ക്ലാസ് സ്കിപ്പ് ചെയ്തു. എനിക്ക് ഫ്രഞ്ച് ഒന്നും തന്നെ അറിയില്ല, എന്തുകൊണ്ട് ഞാനത് പഠിച്ചില്ല എന്നുള്ളൊരു പശ്ചാത്താപം ഫ്രാൻസിൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. My books that had seemed such a nuisance a while ago, so heavy to carry, my grammar and my history of the saints, were old friends now that I could not give up. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബുക്സ് കാണുമ്പോൾ ദേഷ്യമായിരുന്നു. അതൊരു ന്യൂസൻസ് ആയിരുന്നു, ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. കുറച്ച് നേരം മുമ്പ് വരെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഗ്രാമർ ബുക്സും ഹിസ്റ്ററി ബുക്സും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ. പക്ഷേ ഇപ്പോൾ അവർ എനിക്ക് പിരിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആ ബുക്സുമായിട്ട് അടുത്ത് പോയ പോലെ എനിക്ക് തോന്നുന്നു. ഇനിയും എനിക്ക് അങ്ങോട്ട് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല, ഫ്രഞ്ചിൽ ഇനിയൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഫ്രാൻസിൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
And Mr. Hamill too. The idea that he was going away, that I should never see him again, made me forget all about his ruler and how cranky he was. മാസ്റ്റർ ഇനി നാളെ മുതൽ ഈ സ്കൂളിൽ ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഇത്രയും ദിവസം മാസ്റ്റർ എന്നെ അടിച്ചിട്ടുള്ളതോ എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളതോ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളതോ എല്ലാം എൻ്റെ മനസ്സിൽ നിന്നും പോയി. കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാസ്റ്ററിനെ നാളെ പെട്ടെന്നൊരു ദിവസം മുതൽ കാണാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഫ്രാൻസിൻ്റെ മനസ്സിൽ വല്ലാതെ വേദന വന്നു. Poor man, it was in honor of this last lesson that he had put on his fine Sunday clothes, and now I understood why the old men of the village were sitting there in the back of the room. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് മാസ്റ്റർ സൺഡേ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഇടുന്ന നല്ല വസ്ത്രം ഇട്ടേക്കുന്നത്, സ്പെഷ്യൽ ഒക്കേഷനിൽ ഉപയോഗിക്കുന്ന നല്ല വസ്ത്രം ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വില്ലേജേഴ്സ് വന്ന് ബാക്കിൽ ബെഞ്ചസിൽ ഇരിക്കുന്നത്. ഇറ്റ് വാസ് ബിക്കോസ് ദേ വർ സോറി ടു ദാറ്റ് ദേ ഹാഡ് നോട്ട് ഗോൺ ടു സ്കൂൾ എനിമോർ. ഇനിയും ഫ്രഞ്ച് പഠിക്കാൻ പറ്റില്ല എന്ന് ന്യൂസ് വന്നപ്പോൾ ഇതുവരെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. മുതിർന്ന ആൾക്കാർക്കും പെട്ടെന്നൊരു തോന്നൽ വന്നു, ഇതുവരെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മദർ ടങ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് അവരെല്ലാവരും ഇന്ന് വന്ന് സ്കൂളിലിരിക്കുന്നത്. ഇറ്റ് വാസ് ദിയർ വേ ഓഫ് താങ്കിങ് അവർ മാസ്റ്റർ ഫോർ ഹിസ് 40 years ഓഫ് ഫെയ്ത്ത്ഫുൾ സർവീസ് ആൻഡ് ഓഫ് ഷോയിങ് ദിയർ റെസ്പെക്ട് ഫോർ ദ കൺട്രി ദാറ്റ് വാസ് തേഴ്സ് നോ മോർ. സോ വില്ലേജേഴ്സ് എല്ലാവരും വന്നത് രണ്ട് കാരണം കൊണ്ടായിരുന്നു. ഒരെണ്ണം മാസ്റ്ററിന് 40 കൊല്ലം പഠിപ്പിച്ച മാസ്റ്ററിന് അവരുടെ റെസ്പെക്റ്റ് ഷോ ചെയ്യാൻ, രണ്ടാമത്തത് ഇനിയും അവരുടെ കൺട്രി എന്ന് പറയാൻ പറ്റില്ല, ഇനി ആ കൺട്രി ജർമ്മൻസിൻ്റെയാണ്. അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് പോയി, ഇനി അവർ ആരുടെ അധീനതയിലാണ്? ജർമ്മൻ്റെ അധീനതയിലാണ്. അപ്പോൾ ആ രണ്ട് വിഷമം കാരണമാണ് എല്ലാവരും ആ സ്കൂളിൽ വന്ന് ഒത്തുകൂടിയിരുന്നത്. While I was thinking of all this, I heard my name called. It was my turn to recite. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫ്രാൻസിൻ്റെ പേര് മാസ്റ്റർ വിളിച്ചത് കേട്ടത്. എന്തിനു വേണ്ടി? റൂൾ ഫോർ ദ പാർട്ടിസിപ്പിൾസ് പറയാൻ വേണ്ടി. What would I not have given to be able to say that dreadful rule for the participle all through very loud and clear and without one mistake? ഈ ഒരു സെൻറ്റൻസ് റീഡറിനോട് ചോദിക്കുന്ന പോലെ അല്ലെങ്കിൽ റീഡറിനോട് പറയുന്ന പോലെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഫ്രാൻസ് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരണം? പാർട്ടിസിപ്പിളിൻ്റെ റൂൾസ് ഒരു തെറ്റും കൂടാണ്ട് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ ഗോട്ട് മിക്സ്ഡ് അപ്പ് on the first words and stood there holding on to my desk, my heart beating and not daring to look up. പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് വേർഡ് പറഞ്ഞപ്പോൾ തന്നെ കൺഫ്യൂസ്ഡായി, ഞാൻ പേടിച്ചു പോയി. ഞാൻ എൻ്റെ ഡെസ്കിൽ മുറുക്കെ പിടിച്ചിരുന്നു, എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തല ഉയർത്തി മാസ്റ്ററിനെ നോക്കാൻ ഉള്ള ധൈര്യമുണ്ടായിരുന്നില്ല. I heard M. Hamel say to me, I won't scold you, little Franz. You must feel bad enough. പക്ഷേ വിചാരിച്ച പോലെയല്ല. മാസ്റ്റർ എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ചീത്ത പറയില്ല ഫ്രാൻസ്, നിനക്ക് വിഷമമാവും. സീ ഹൗ ഇറ്റ് ഈസ്. നീ കണ്ടോ എങ്ങനെയുണ്ട് ഇപ്പോഴെന്ന്. എവ്രി ഡേ വി ഹാവ് സെറ്റ് ടു അവർ സെൽഫ്, ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം, ഐ വിൽ ലേൺ ഇറ്റ് ടുമോറോ. എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളോടൊക്കെ പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയുമായിരുന്നു, ഇനിയുണ്ട് ദിവസം പഠിക്കാൻ, ഞാൻ നാളെ പഠിച്ചോളാം, മറ്റന്നാൾ പഠിച്ചോളാം, ഇഷ്ടം പോലെ സമയമുണ്ട്. ആൻഡ് നൗ യു സീ വേർ വി ഹാവ് കം ഔട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ നമ്മളിവിടെ എത്തിപ്പെട്ടു എന്ന്. ദാറ്റ്സ് ദ ഗ്രേറ്റ് ട്രബിൾ വിത്ത് അൽസേസ്. ഷീ പുട്ട്സ് ഓഫ് ലേണിംഗ് ടിൽ ടുമോറോ. അതാണ് ഈ ഒരു അൽസേസ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലത്തെ ആൾക്കാരുടെ കുഴപ്പം. എല്ലാം അവർ നാളത്തേന് മാറ്റിവെക്കും, പ്രത്യേകിച്ച് പഠന കാര്യങ്ങൾ ഒക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നാളത്തേന് മാറ്റിവെക്കും. Now those fellows out there will have the right to say to you, how is it you pretend to be Frenchmen and yet you can neither speak nor write your own language? എന്നിട്ട് മാസ്റ്റർ പറയുകയാണ്, നോക്കിക്കോളൂ, നാളെ വരാൻ പോകുന്ന ജർമ്മൻ ആൾക്കാർ നിങ്ങളോട് വന്ന് ചോദിക്കും, നിങ്ങളെ ഫ്രഞ്ച് എന്ന് പറയുന്നു, ഫ്രാൻസിലത്തെ ആൾക്കാരെന്ന് പറയുന്നു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല എന്ന് അവർ ചോദിക്കും എന്ന് മാസ്റ്റർ പറയുന്നു. But you are not the worst, poor little France. We have all a great deal to reproach ourselves with. ഇത് പറയുമ്പം മാസ്റ്റർ പറയുവാണ്, നീ മാത്രമല്ല ഫ്രാൻസ്, നിന്നെപ്പോലെ നമ്മളിൽ പല ആൾക്കാർക്കും ഇത്
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സമയത്തിന് ചെയ്തില്ല എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. Your parents were not anxious enough to have you learn. നിൻ്റെ പേരൻസിന് നിന്നെ പഠിപ്പിക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. They preferred to put you to work on a farm or at the mills so as to have a little more money. നിന്നെ അവർ ജോലിക്ക് വിടാൻ ശ്രമിച്ചു, ഒന്നെങ്കിൽ ഫാമിൽ അല്ലെങ്കിൽ മില്ലിൽ, so that they can earn a bit of money through you. And I have been to blame also. ഞാൻ നിൻ്റെ പേരൻസിനെ മാത്രം കുറ്റം പറയുന്നില്ല, എൻ്റെ കയ്യിലും കുറ്റമുണ്ട്. കാരണം have I not often sent you to water my flowers instead of learning your lessons? ഞാനും നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നിന്നെ നിർബന്ധിച്ചിരുന്ന് പഠിക്കാൻ പറയാതെ പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഞാൻ നിന്നെ എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വിട്ടിട്ടുണ്ട്. And when I wanted to go fishing, did I not just give you a holiday? പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ മൂടില്ലാത്ത ദിവസം അല്ലെങ്കിൽ എനിക്ക് ഫിഷിങ്ങിന് പോകാൻ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് മുടക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാനും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. Then from one thing to another, M. Hamel went on to talk of the French language, saying that it was the most beautiful language in the world, the clearest, the most logical, that we must guard it among us and never forget it, because when a people are enslaved, as long as they hold fast to their language, it is as if they had the key to their prison. അങ്ങനെ പറഞ്ഞ് മിസ്റ്റർ ഹാമൽ പറയാണ്, ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്രഞ്ച് ലാംഗ്വേജ്. നമ്മുടെ ഓൺ മദർ ടങ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ നമ്മൾ പ്രിസണേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ പ്രിസണിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കീയാണ് നമ്മളുടെ സ്വന്തം ഭാഷ അറിയുക. ആ ഭാഷയിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു സോഴ്സാണ് നമ്മുടെ മദർ ടങ്. എസ്പെഷ്യലി ഇവിടെ ഫ്രഞ്ചിനെ എടുത്ത് പറയുന്നത്, ബിക്കോസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദിയർ മദർ ടങ് ഫ്രഞ്ച്. ദെൻ ഹി ഓപ്പൺ ദ ഗ്രാമർ ആൻഡ് റെഡ് അസ് അവർ ലെസൺ. ഇത്രയും പറഞ്ഞുകൊണ്ട് മാസ്റ്ററിൻ്റെ ഗ്രാമർ ബുക്ക് തുറന്നിട്ട് ഒരു ലെസൺ വായിച്ചു കൊടുത്തു. ഐ വാസ് അമേസ്ഡ് ടു സീ ഹൗ വെൽ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഈ പ്രാവശ്യം ഇത്ര സീരിയസ് ആയിട്ട് ലെസൺ പഠിപ്പിച്ചപ്പോൾ ഫ്രാൻസിന് വളരെ അത്ഭുതം തോന്നി. കാരണം അവന് എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഓൾ ഹി സെഡ് സീംഡ് so easy, I think too, that I had never listened so carefully. മാസ്റ്റർ പറയുന്നതെല്ലാം എന്ത് എളുപ്പമാണ്, എത്ര പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് ഒരിക്കലും ഒരു ക്ലാസ്സും മാസ്റ്ററിൻ്റെ കേട്ടിട്ടില്ല. I had never listened so carefully, and that he had never explained everything with so much patience. ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് ഒരു ക്ലാസ് കേട്ടിട്ടുമില്ല, മാസ്റ്റർ ഇത്രയും ക്ഷമയോടുകൂടി ഒരു ലെസൺ പഠിപ്പിച്ചിട്ടുമില്ല എന്നെനിക്ക് മനസ്സിലായി. It seemed almost as if the poor man wanted to give us all he knew before going away, and to put it all into our heads at one stroke. മാസ്റ്റർ ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും ശാന്തതയോടുകൂടി, ഇത്രയും പേഷ്യൻസിനോടുകൂടി ഞങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മാസ്റ്റർ അറിയാവുന്ന എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് പോകാനുള്ള ശ്രമത്തിലാണ് മാസ്റ്റർ. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം പഠിപ്പിച്ച് തീർക്കാനുള്ള തിടുക്കത്തിലാണ് മാസ്റ്റർ. ആഫ്റ്റർ ദി ഗ്രാമർ വി ഹാഡ് എ ലെസൺ ഇൻ റൈറ്റിംഗ്. ഗ്രാമർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതാനൊരു ലെസൺ തന്നു. ദാറ്റ് ഡേ M. Hamel had new copies for us, written in a beautiful round hand, France Alsace, France Alsace. അപ്പം കോപ്പി റൈറ്റിംഗ് ആണ് മാസ്റ്റർ കൊടുത്തേക്കുന്നത്. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടി, സ്പെല്ലിങ്സ് നന്നാക്കാൻ വേണ്ടി കോപ്പി റൈറ്റ് എല്ലാവർക്കും പുതിയ കോപ്പി ബുക്ക് കൊടുത്തു. അതിനകത്ത് എഴുതി പഠിക്കാനുള്ള വാക്കുകൾ ഏതായിരുന്നു? ഫ്രാൻസ് അൽസേസ്, ഫ്രാൻസ് അൽസേസ്. They looked like little flags floating everywhere in the school room, hung from the road at the top of our desks. You ought to have seen how everyone set to work and how quiet it was. The only sound was the scratching of pens over the paper. Now ആ ഒരു കോപ്പി ബുക്ക് ഫ്ലാഗ്സിനെ പോലെയാണ് കാണപ്പെട്ടത്. എല്ലാവരുടെയും ടേബിളിൻ്റെ മുമ്പിൽ അതുണ്ടായിരുന്നു, എല്ലാവരുടെയും ടേബിളിൻ്റെ മുകളിൽ അതുണ്ടായിരുന്നു. എല്ലാവരും നിശബ്ദമായിട്ട് ആ കോപ്പി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവറിബഡി വാസ് റൈറ്റിംഗ് ദ കോപ്പി ദാറ്റ് വാസ് ഗിവൻ ടു ദം. ആകെ കൂടി കേട്ടുകൊണ്ടിരുന്ന ശബ്ദം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ക്രാച്ചിങ് സൗണ്ട് മാത്രമാണ്. ഫ്ലാഗ്സ്, നമ്മളുടെ സ്കൂളിൽ മൊത്തം ഫ്ലാഗ്സ് നിരത്തി വെച്ച പോലെയായിരുന്നു ആ ഒരു കാഴ്ച.
Once some beetle flew in, but nobody paid any attention to them, not even the littlest ones, who worked right on tracing their fish hooks as if it was French too. ഇടയ്ക്ക് വേറൊരു സൗണ്ട് വന്നത് ഒരു പ്രാണി, ഒരു ബീറ്റ്, ഒരു വണ്ട് ഉള്ളിലോട്ട് കയറി വന്നതിൻ്റെ സൗണ്ട് മാത്രമാണ്. പക്ഷേ ആ സൗണ്ട് അല്ലെങ്കിൽ ഒരു ബീറ്റിൽ കയറി വന്നപ്പോഴും ആരും അതിനെ ശ്രദ്ധിക്കാൻ പോയില്ല. പഴയ ക്ലാസ് ആയിരുന്നെങ്കിൽ ആ ബീറ്റിൽ വന്നതിൻ്റെ പിന്നാലെ കുട്ടികൾ കൂടി അതിനെ ഓടിക്കാനോ പിടിക്കാനോ ഒക്കെ നടന്നിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലാസ് ഇത്ര സീരിയസ് ആയതുകൊണ്ട് ആരും തന്നെ ആ ബീറ്റിൽ വന്നത് മൈൻഡ് ചെയ്തില്ല. ഈവൻ ഏറ്റവും കുഞ്ഞു കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരുന്നവർ പോലും ആ ബീറ്റിലിനെ മൈൻഡ് ചെയ്തില്ല. അവർ ട്രേസ് ചെയ്യുമായിരുന്നു. അവർക്ക് ഫിഷ് ഹുക്ക് വരയ്ക്കാൻ കൊടുത്തേക്കുന്നത് ട്രേസ് ചെയ്യുമായിരുന്നു. അവരുടെ ആ സീരിയസ്നെസ് കണ്ടാൽ തോന്നും ആ ഫിഷ് ഹുക്ക് ട്രേസ് ചെയ്യുന്നതും ഫ്രഞ്ചിലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അവർ സീരിയസ് ആയിട്ടിരുന്ന് അവരുടെ വർക്ക് ചെയ്യുമായിരുന്നു. ഓൺ ദ റൂഫ് ദ പീജിയൻസ് കൂഡ് വെരി ലോ ആൻഡ് ഐ തോട്ട് ടു മൈസെൽഫ്, വിൽ ദേ മേക്ക് ദം സിങ് ഇൻ ജർമ്മൻ ഈവൻ ദ പീജിയൻസ്? മുകളിൽ റൂഫിൽ, സ്കൂളിൻ്റെ റൂഫിൽ പീജിയൻസ് വളരെ പതുക്കെ സൗണ്ട് ഉണ്ടാക്കി. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, നാളെ മുതൽ ജർമ്മൻസ് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ പീജിയൻസിനെയും ജർമ്മനിൽ കൂവാൻ പഠിപ്പിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. Whenever I looked up from my writing, I saw Miss M. Hamel sitting motionless in his chair and gazing first at one thing, then at another, as if he wanted to fix in his mind just how everything looked in that little schoolroom. എപ്പോഴൊക്കെ ഞാൻ എഴുത്തിൽ നിന്ന് മാറി മാസ്റ്ററെ നോക്കിയോ അപ്പോഴൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന മാസ്റ്റർ ഓരോ വസ്തുക്കളെയും മാറി മാറി നോക്കുന്നു. ആ വസ്തുക്കളുടെ പിക്ചർ അങ്ങനെ തൻ്റെ മനസ്സിൽ പതിയട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ ക്ലാസ്സിലിരുന്ന വസ്തുക്കളെയും നോക്കിക്കൊണ്ടിരുന്നത്. Fancy, for 40 years he had been there in the same place, with his garden outside the window and his class in front of him. ഫ്രാൻസ് ചിന്തിക്കുകയാണ്, എന്തൊരു അത്ഭുതമാണ്, 40 കൊല്ലമായിട്ട് സാർ ഇതേ രീതിയിലായിരുന്നു. സാറിൻ്റെ ഗാർഡൻ പുറത്തുണ്ട്, സാർ ക്ലാസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, സാറിൻ്റെ കുട്ടികൾ സാറിൻ്റെ മുമ്പിൽ ക്ലാസ്സിലുണ്ടാവും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓൺലി ദ ഡെസ്ക്സ് ആൻഡ് ബെഞ്ചസ് ഹാഡ് ബീൻ worn smooth. The walnut trees in the garden were taller, and the hope vine that he had planted himself twined about the windows to the roof. How it must have broken his heart to leave it all, poor man, to hear his sister moving about in the room above packing their trunks, for they must leave the country next day. So, ഫ്രാൻസിൻ്റെ ചിന്തകളാണ്. ഡെസ്കും ബെഞ്ചും മാത്രമാണ് പഴയതുപോലെ ആയിപ്പോയത്. ബാക്കി എല്ലാ സാധനങ്ങളും 40 കൊല്ലമായിട്ട് ഒരേപോലെ തന്നെയായിരുന്നു. മാസ്റ്റർ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, മാസ്റ്റർ പഠിപ്പിക്കുന്നത്, മാസ്റ്റർ പുറത്ത് നട്ടേക്കുന്ന ഗാർഡനിലെ മരങ്ങളൊക്കെ, ചെടികളൊക്കെ വലിയ മരങ്ങളായി മാറി. ഇതൊക്കെ വിട്ടു പോകാൻ മാസ്റ്റർ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ മുകളിലത്തെ മുറിയിൽ മാസ്റ്ററിൻ്റെ സിസ്റ്റർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന, ട്രങ്കൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടും കേൾക്കാം. കാരണം നാളെ മാസ്റ്റർ ഇവിടെ നിന്നും പോകണം. But he had the courage to hear every lesson to the very last. After the writing, we had a lesson in history, and then the babies chanted their ba, bi, bi, bo, bu. So, എല്ലാവരുടെയും ലെസൺസ് അല്ലെങ്കിൽ എല്ലാവരും പറയാനുള്ളത് കേൾക്കാൻ ഉള്ള ധൈര്യം മാസ്റ്റർ കാണിച്ചു. എല്ലാവരുടെയും എഴുത്ത് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഒരു ഹിസ്റ്ററിയിലത്തെ ലെസണും എടുത്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികളിൽ നിന്നും പല രീതിയിലുള്ള പോയംസ് അല്ലെങ്കിൽ സ്വരങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പറയിപ്പിച്ചു. ഡൗൺ ദെയർ അറ്റ് ദ ബാക്ക് ഓഫ് ദ റൂം ഓൾഡ് ഹോസർ ഹാഡ് പുട്ട് ഓൺ ഹിസ് സ്പെക്ടിക്കിൾസ് ആൻഡ് ഹോൾഡിംഗ് ഹിസ് പ്രൈമർ ഇൻ ബോത്ത് ഹാൻഡ്സ് സ്പെൽഡ് ദ ലെറ്റേഴ്സ് വിത്ത് ദെം. കൊച്ചു കുട്ടികൾ ഓരോ അക്ഷരങ്ങൾ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്കിലിരുന്ന വില്ലേജറായ ഓൾഡായിട്ടുള്ള ഹോസർ ആളുടെ പ്രൈമർ എടുത്ത് വെച്ച് ഈ കുട്ടികളുടെ ഒപ്പം തന്നെ ഓരോ സ്പെല്ലിങ്സും വായിക്കുന്നുണ്ടായിരുന്നു. യു കുഡ് സീ ദാറ്റ് ഹീ ടു വാസ് ക്രൈങ്. അദ്ദേഹം കരയുമായിരുന്നു. ഹിസ് വോയിസ് ട്രംബിൾഡ് വിത്ത് ഇമോഷണൽ ആയതുകൊണ്ട് ആളുടെ സ്വരം അല്ലെങ്കിൽ ആളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഫണി ടു ഹിയർ ഇൻ ദാറ്റ് വി ഓൾ വാണ്ടഡ് ടു ലാഫ് ആൻഡ് ക്രൈ. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഹൗ വെൽ ഐ റിമെമ്പർ ഇറ്റ്, ദ ലാസ്റ്റ് ലെസൺ. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്
ഞാൻ ഈ ലാസ്റ്റ് ലെസൺ പഠിച്ചത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹൗ ഐ റിമെമ്പർ ഇറ്റ്, ദ ലാസ്റ്റ് ലെസൺ. ഓൾ അറ്റ് വൺസ് ദ ചേർച്ച് ക്ലോക്ക് സ്ട്രക്ക് 12. പെട്ടെന്ന് 12 മണിയായപ്പോൾ ചേർച്ചിലത്തെ ക്ലോക്കിൽ മണിയടിച്ചു. ദെൻ ദി ആഞ്ചലസ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്കുണ്ടാവുന്ന മാസ് പ്രെയറും കേട്ടു. At the same moment, the trumpets of the Prussians returning from drill sounded under our window. 12 മണിയായപ്പോൾ ഡ്രില്ല് നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ട്രംപറ്റ്സ് ഊതിക്കൊണ്ട് വരുന്ന പ്രഷ്യൻ സോൾജേഴ്സിൻ്റെ സൗണ്ടും ഞങ്ങൾ കേട്ടു. ഹാമൽ stood up, very pale in his chair. I never saw him look so tall. 12 മണി അടിച്ചപ്പോഴത്തേനും മാസ്റ്റർ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ശരിക്കും പെയിൽ കളറിലായിരുന്നു. വിഷമം കാരണം, സങ്കടം കാരണം വളരെ ഡല്ലായിട്ട് തോന്നിയിരുന്നു. ഒരിക്കലും സാറിന് ഇത്രയും പൊക്കമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. മൈ ഫ്രണ്ട്സ്, ഹി സെഡ്, ബട്ട് സംതിങ് ചോക്ഡ് ഹിം. ഹി കുഡ് നോട്ട് ഗോ ഓൺ. 12 മണിയായപ്പോൾ ക്ലാസ് നിർത്താൻ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ 2 വാക്ക് പറഞ്ഞിട്ട് നിർത്തണം എന്ന് വിചാരിച്ച് എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ തൊണ്ട ഇടറിപ്പോയപ്പോൾ ആളൊന്നും പറഞ്ഞില്ല. Then he turned to the blackboard, took a piece of chalk, and bearing on with all his might, he wrote as large as he could, Vive la France. So, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിഞ്ഞ് ഒരു പീസ് ഓഫ് ചോക്ക് എടുത്തിട്ട് ബ്ലാക്ക് ബോർഡിൽ സകല സ്ട്രെങ്ത്തും ഉപയോഗിച്ച് വലിയ അക്ഷരത്തിൽ എഴുതി, ലോങ് ലിവ് ഫ്രഞ്ച്, ലോങ് ലിവ് ഫ്രാൻസ് എന്നാണ് അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ എഴുതിയത്. ദെൻ ഹി സ്റ്റോപ്ഡ് ആൻഡ് ലീൻഡ് ഹിസ് ഹെഡ് അഗെയിൻസ്റ്റ് ദ വാൾ. അത് എഴുതി കഴിഞ്ഞപ്പോൾ ആൾ ആ ചുമരിനോട് ചേർന്ന് തല ചായ്ച്ച് നിന്നു. And without a word he made a gesture to us with his hand. ഒന്നും ഉരിയാടാണ്ട്, ഒന്നും സംസാരിക്കാണ്ട് കൈകൊണ്ട് ഞങ്ങൾക്കൊരു ആക്ഷൻ കാണിച്ചു. സ്കൂൾ ഈസ് ഡിസ്മിസ്ഡ്, യു മേ ഗോ. ആ ആക്ഷൻ്റെ മീനിങ് ആയിരുന്നു, സ്കൂൾ കഴിഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും പോകാം. So here ends the story, the last lesson. It is actually a very emotional story. The theme of this particular lesson is about how we should respect our mother tongue and how we should respect our independence. ഇത് രണ്ടുമാണ് ഈ ഒരു സ്റ്റോറിയുടെ മെയിനായിട്ടുള്ള തീം. I hope I have been able to convey the meaning to you. After listening to the explanation, please make sure that you read the lesson once again. Thank you so much for listening. As I always say, please like my video, share it, and do put your comments. Thank you so much.